ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വാലൻസ് ബോണ്ട് തിയറിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, MOT. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറീസിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ വാലൻസ് ബോണ്ടൊക്കെ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ കേസിലല്ലേ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആദ്യം തന്നെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഓഫ് H2+ അയോൺ, ഹൈഡ്രജൻ പ്ലസ് അയോൺസിൻ്റെ കേസിലുള്ള മോളിക്കുലാർ കൺസ്ട്രക്ഷനാണ്. H2+ അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ഇലക്ട്രോണേ ഉള്ളൂ. അതിനകത്ത് ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ, പക്ഷേ 2 ന്യൂക്ലിയസ് ഉണ്ടല്ലേ. മോളിക്യൂളാണ്, പക്ഷേ ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ H2+ അയോൺസിൻ്റെ ഫോർമേഷനാണ് നമ്മൾ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ പഠിക്കുന്നത്. H2+ അയോൺസിൻ്റെ ഫോർമേഷൻ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഇലക്ട്രോൺ ഉണ്ടായിട്ട് തന്നെ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും അവിടെ ഇൻട്രാക്ഷൻസ് ഫാക്ടേഴ്സ് കൂടും. നമ്മുടെ സോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറച്ചുകൂടി എന്തായിട്ട് വരും? പ്രയാസമുള്ളതായിട്ട് വരും, ടീഡിയസ് പ്രോസസ്സായിട്ട് വരും. ഓക്കെ, അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് MOs ബൈ LCAO മെത്തേഡ്. കൺസ്ട്രക്ഷൻ ഓഫ് MO, നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ, MO എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഓർബിറ്റൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ LCAO മെത്തേഡ് വഴിയാണ്. എന്താണ് LCAO മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വഴി നമ്മൾ എന്തുണ്ടാക്കുന്നു? മോളിക്കുലാർ ഓർബിറ്റൽ നമ്മൾ ഫോം ചെയ്യിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്കറിയാം H2+ അയോൺസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണത്? സിംഗിൾ ഇലക്ട്രോൺസ് ആണ്. ഇറ്റ്സ് മൂവ്സ് ഇൻ എ മോളിക്കുലാർ ഓർബിറ്റൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് 2 ന്യൂക്ലിയൈ അല്ലേ. 2 ന്യൂക്ലിയയുടെ ഇൻഫ്ലുവൻസിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ വി നോ H cap psi is equal to E psi, or what is H cap minus H square by 8 pi square me mass of electron into del square plus E square by 4 pi epsilon 0 into 1 by R minus 1 by RA minus 1 by RB ഇൻറ്റു psi ഇസ് ഈക്വൽ ടു E psi. ഓക്കെ, എന്താണ് നമുക്ക് ഈ RB എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ന്യൂക്ലിയസ് ആണ് അല്ലേ. HA എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം, HB എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റം. ഇവർക്ക് രണ്ടാളും മോളിക്യൂൾസ് ആവുന്ന സമയത്ത് ഇവർക്ക് രണ്ടാൾക്കും കോമൺ ആയിട്ട് ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ. ഈ 2 ആറ്റംസ് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് R എന്ന് പറയും. HAയും ഇലക്ട്രോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ RA എന്നും HBയും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ RB എന്നും പറയും. RB എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ നമുക്കിങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ദ റിസൾട്ട് ഈസ് ഹൈലി കോംപ്ലിക്കേറ്റഡ് വൺ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു സിംഗിൾ ഇലക്ട്രോൺസിൻ്റെ കേസിൽ പോലും ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ അപ്രോക്സിമേഷൻ സ്കീം നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഇതിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ അപ്രോക്സിമേഷൻ സ്കീം ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന അപ്രോക്സിമേഷൻ സ്കീമിനെയാണ് നമ്മൾ LCAO അപ്രോക്സിമേഷൻ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ അപ്രോക്സിമേഷൻ എന്ന് നമ്മൾ വിളിക്കും. എന്താ നമ്മൾ വിളിക്കുക? ഇവിടെ ഉപയോഗിക്കുന്ന അപ്രോക്സിമേഷനെ LCAO, ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ അപ്രോക്സിമേഷൻ എന്ന് വിളിക്കും. ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ അപ്രോക്സിമേഷൻ എന്ന് വിളിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയോ? നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് കാണാം സം ഇൻസ്റ്റൻസ് ദിസ് ഇലക്ട്രോൺ, that is the electron of H2+ ion, it may find itself quite nearer to either nucleus A or nucleus B. Okay, so it behaves as a pure atomic orbital. Okay, pure atomic orbital of that particular nuclide.
എന്താ പറഞ്ഞത്? ചില സമയത്ത് നമുക്ക് കാണാം ഈ HHB നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് HB, ഇത് HA. ഇലക്ട്രോൺ ചില സമയത്ത് HAയുടെ അടുത്ത് വന്ന് നിൽക്കും. HAയുടെ അടുത്ത് വന്ന് ചില സമയത്ത് ഇലക്ട്രോൺ നിൽക്കും. ചില സമയത്ത് ഇലക്ട്രോൺസ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? HA, HB. ഇലക്ട്രോൺ HBയുടെ അടുത്ത് വന്ന് നിൽക്കും. ഇവിടെ ഇലക്ട്രോൺ HAയുടെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്താണ്? ഒരു പ്യുവർ അറ്റോമിക് കേസ് അല്ലേ? HA എന്ന് പറയുന്നത് ഒരു പ്യുവർ ആറ്റം, ഹൈഡ്രജനും അതിൻ്റെ ഒരു ഇലക്ട്രോണും ഒരു ആറ്റം കേസായി. ചില കേസിൽ എന്ത് ചെയ്യും? HB പ്യുവർ ആറ്റം മീൻസ് എന്താണ്? ഹൈഡ്രജനും അതിൻ്റെ ഒരു ഇലക്ട്രോണും. അങ്ങനെ ഇതെന്തത്? ഹൈഡ്രജനും അതിൻ്റെ ഒരു ഇലക്ട്രോണും വന്ന് നിൽക്കുന്നു, ആ ഇഫക്റ്റ്. അതാ പറഞ്ഞു, ഇൻ സം ഇൻസ്റ്റൻസ് ദിസ് ഇലക്ട്രോൺ ഓഫ് H2+ ions മേ ഫൈൻഡ് ഇറ്റ് സെൽഫ് ആസ് ക്വയറ്റ് നിയറർ ടു ഐദർ ന്യൂക്ലിയസ് A ആൻഡ് ന്യൂക്ലിയസ് B ആൻഡ് ഇറ്റ്സ് ബിഹേവ്സ് ആസ് ഇൻ പ്യുവർ അറ്റോമിക് ഓർബിറ്റൽ. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ടു ആർ ദ എക്സ്ട്രീം കേസ് അല്ലേ? ഇത് രണ്ടും എന്താണ്? രണ്ട് എക്സ്ട്രീം കേസാണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ വന്ന് നിൽക്കും. ഇതാണ് ഇതിൻ്റെ അവസാനം. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഒരുപാട് കേസുകളുള്ളത്. സോ ദീസ് ആർ ദ ടു എക്സ്ട്രീം കേസസ് ആൻഡ് ഈസ് റെപ്രസെൻറ്റ് ദ പ്യുവർ അറ്റോമിക് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് psi A ആൻഡ് psi B അല്ല. ഈ രണ്ട് കേസിലും എക്സ്ട്രീമാണ്. അതിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ്? psi Aയും psi Bയുമാണ്. ഓൾ അതർ ടൈം ഫീൽ ദ ഇൻഫ്ലുവൻസ് ഓൺ ബോത്ത് ദ ന്യൂക്ലിയസ്. മറ്റുള്ള സമയത്തൊക്കെ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? ഈ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് ടു ന്യൂക്ലിയൈ വിൽ അഫക്റ്റ്. സോ ദിസ് സിറ്റുവേഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ psi MO. ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് എന്ത് ചെയ്യാം? psi MO എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഈ മോളിക്കുലർ ഓർബിറ്റലിനെ ലീനിയർ കോമ്പിനേഷൻ, ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റലിൻ്റെയും കൂടി കോമ്പിനേഷനാക്കി, കണ്ടോ? ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കോമ്പിനേഷനാക്കി എഴുതാം. അതാണ് എന്ത്? LCAO മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് psi മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ psi MO മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? C1 ഇൻറ്റു psi A പ്ലസ് C2 ഇൻറ്റു psi B. ഓക്കെ, ഇങ്ങനെ എഴുതാം. വേർ C1 ആൻഡ് C2 ആർ ദ വെയിറ്റേജ് കോയിഫിഷ്യൻ്റ് ഓഫ് psi A ആൻഡ് psi B. psi A psi Bയുടെ ഒരു കോയിഫിഷ്യൻ്റാണ്, വെയിറ്റേജ് കോയിഫിഷ്യൻ്റാണ് C1ഉം C2 എന്നും പറയുന്നത്. ഇലക്ട്രോൺ നിയറർ ടു A, HA, ന്യൂക്ലിയസ് HA HA എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ A എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്ത് ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ C1 ഈസ് ബിക്കം 1 ആൻഡ് C2 ഈസ് ബിക്കം 0 ആണല്ലോ. ഇനി ഇലക്ട്രോൺ നിയറർ ടു HBയുടെ അടുത്തേക്കാണ് വന്നതെങ്കിൽ C1 ഈസ് ബിക്കം 0 ആൻഡ് C2 ഈസ് ബിക്കം 1. ഇങ്ങനത്തെ രണ്ട് കണ്ടീഷനായിട്ട് മാറും. അപ്പം ഇതാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഈ സിയും C1ഉം C2ൻ്റെയും വാല്യൂ ആണ് പറഞ്ഞത്, കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് പറഞ്ഞത്. രണ്ട് വേവ് ഫംഗ്ഷൻ ഈസ് അക്സെപ്റ്റബിൾ. നമ്മൾ എഴുതിയ psi Aയും psi Bയും അക്സെപ്റ്റബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടീഷൻ, നോർമലൈസേഷൻ കണ്ടീഷൻ. അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് നോർമലൈസേഷൻ കണ്ടീഷൻ ഒബേ ചെയ്യും. അത് നോർമലൈസ്ഡ് ആയിരിക്കും ആ മോളിക്യൂൾ അല്ലേ? അപ്പോൾ രണ്ട് കണ്ടീഷനും കൂടി ഒബേ ചെയ്യുകയാണെങ്കിൽ അതെന്താവും? നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ psi A psi MO സ്ക്വയർ ഇൻ്റഗ്രൽ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ ഓഫ് വേവ് ഫംഗ്ഷൻ സ്ക്വയർ d tau ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. നോർമലൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും രണ്ട് വേവ് ഫംഗ്ഷൻ അക്സെപ്റ്റബിൾ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ ഒന്ന് കൊടുത്തു നോക്കുക. എന്താണ് psi MO എന്ന് പറഞ്ഞാൽ? എന്താണ്? C1 psi A പ്ലസ് C2 psi B ദ ഹോൾ സ്ക്വയർ d tau ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അല്ലെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇതെങ്ങനെയാണ് വന്നത്? A പ്ലസ് B ദ ഹോൾ സ്ക്വയർ രൂപത്തിലാണ് വന്നല്ലേ. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഒരു ഫംഗ്ഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? നിങ്ങൾ തന്നെ ഇപ്പം ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും, എനിക്കറിയാം, എങ്കിലും ഞാനൊന്നും കൂടി എഴുതാണ്. C1 സ്ക്വയർ psi A സ്ക്വയർ d tau പ്ലസ് ഇൻ്റഗ്രൽ C2 സ്ക്വയർ psi B സ്ക്വയർ d tau പ്ലസ് ഇൻ്റഗ്രൽ 2C1 C2 psi A psi B d tau ഈക്വൽ ടു 1 എന്നെഴുതാം. ഇവിടെ ഒരു കാര്യമുണ്ടല്ലോ. എന്താണ്?
C1 കോൺസ്റ്റൻ്റ് ആണ്, C2 കോൺസ്റ്റൻ്റ് ആണ്, 2C1 C2 അല്ലേ. ഇതിൽ നിന്നുള്ള ആ ഭാഗങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇന്നിപ്പോൾ കോൺസ്റ്റൻ്റ് ആയ ആളുകളെയൊക്കെ നമ്മളൊന്നെടുത്ത് പുറത്തേക്ക് എഴുതി. ഇപ്പോൾ എന്താ കാണാൻ പറ്റുന്നത് നോക്കൂ. നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാൻ നോക്കൂ. C1 സ്ക്വയർ ഇൻ്റഗ്രൽ സൈ എ സ്ക്വയർ ഡി ടോ പ്ലസ് C2 സ്ക്വയർ ഇൻ്റഗ്രൽ സൈ ബി സ്ക്വയർ ഡി ടോ പ്ലസ് 2C1 C2 ഇൻ്റഗ്രൽ സൈ എ സൈ ബി ഡി ടോ ഈക്വൽ ടു 1. ഓക്കെ, ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? യെസ്, നമുക്കിതിനെ ഇങ്ങനെയായിട്ട് എഴുതാം. ഇവിടെ നമുക്കറിയാം അറ്റോമിക് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെങ്കിൽ, നോർമലൈസ്ഡ് ആണെന്നാണ് പറഞ്ഞത് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ സൈ എ സ്ക്വയർ ഡി ടോയും ഇൻ്റഗ്രൽ സൈ ബി സ്ക്വയർ ഡി ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ്സ് 1. എന്ത് കാരണം എന്താണ്? നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണല്ലേ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞേ, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിലുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ വായിച്ചെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെന്നുള്ള കണ്ടീഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻ്റഗ്രൽ ഓഫ് സൈ എം ഒ സ്ക്വയർ ഡി ടോ ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽ നോർമലൈസ്ഡ് ആണെങ്കിൽ സൈ എ സ്ക്വയർ ഡി ടോ 1 ആയിരിക്കും, ഇൻ്റഗ്രൽ സൈ ബി സ്ക്വയർ ഡി ടോ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസിനെ ഒന്ന് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ എന്താവും? ഇത് 1 ആവും, ഈ ടേം 1 ആയിട്ട് മാറും. നോക്കട്ടെ മോനെ, ഈ ടേം 1 ആയേ, അതുപോലെ തന്നെ ഈ ടേമും എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. അപ്പം 1 ആകുമ്പോൾ നമ്മളവിടെ അത്ര എഴുതുന്നില്ല. അപ്പം നമുക്ക് എന്താ കിട്ടുന്ന ഇക്വേഷൻ? C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് 2C1 C2 ഇൻ്റഗ്രൽ സൈ എ സൈ ബി ഡി ടോ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ മാറ്റി എഴുതാം. C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് 2C1 C2 ഇൻറ്റു SAB is equal to 1 എന്നെഴുതാം. Here SAB, the SAB is called overlap integral between psi A and psi B, where SAB is the overlap integral between psi A and psi B. Okay, for zero overlap is approximately equal. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സീറോ ഓവർലാപ്പിംഗ് ഇൻ്റർവെലാണെന്ന് സംഭവിക്കുന്നത്. സൈ എ എ ആണെങ്കിലാണ് ഓവർലാപ്പ് 1 ആവുക. സൈ എ ബി ആണെങ്കിൽ, എ ബി എന്നാണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് അറ്റോമിക് ഓർബിറ്റലിൻ്റെ ഓവർലാപ്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ 0 എന്നാണ് കൊടുക്കുക. സൈ എ രണ്ട് വാല്യൂ ഉണ്ടാവുള്ളൂ, 0 അല്ലെങ്കിൽ 1. സൈ എ എ ആണെങ്കിൽ, അല്ലെങ്കിൽ എസ് എ എ അല്ലെങ്കിൽ എസ് ബി ബി എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുക്കും. എസ് എ ബി എന്നാണെങ്കിൽ നമ്മൾ ഓവർലാപ്പ് ഇൻ്റഗ്രൽ നമ്മൾ 0 എന്നാണ് കൊടുക്കുക. അങ്ങനെയാവുമ്പം ഈ ഓവർലാപ്പ് ഇൻ്റഗ്രൽ എസ് എ ബി എന്നുള്ള പാർട്ട് 0 ആയി. അപ്പോൾ എന്തായിരിക്കും ആ ഇക്വേഷൻ വരിക? ദാറ്റ് മീൻ C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ. C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ ഈക്വൽ ടു 1. സോ ഹിയർ സൈ എ ആൻഡ് സൈ ബി റെപ്രസെൻറ്റ് ഈക്വൽ എനർജി ഇൻ കേസ് ഓഫ് H2+ അയോൺ. സോ ദേ കോൺട്രിബ്യൂട്ട് ഈക്വൽ ടു സൈ. Psi1 സ്ക്വയർ പ്ലസ് Psi2 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് എന്താണ്? ഹിയർ രണ്ട് സൈ എയും സൈ ബിയും ഇവിടെ ഈക്വൽ കോൺട്രിബ്യൂഷനാണ് H2+ അയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള H2+ അയോൺ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിലേക്ക് കൊടുക്കുന്ന ഇതിൻ്റെ അറ്റോമിക് ഓർബിറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ എയുടെയും സൈ ബിയുടെയും ഈക്വൽ കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? അതായത് C1 സ്ക്വയറും C2 സ്ക്വയറും കൂടി കൂട്ടിക്കാൽ 1 കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? C1 ഹാഫ് C2 ഹാഫ് അല്ലേ. അതല്ല അതിൻ്റെ മീനിങ്. അപ്പം C1 ഹാഫ് C2 ഹാഫ് എന്നാണ് വരിക. അപ്പോൾ C1 എത്ര കൊടുക്കുന്നു അതിൻ്റെ പകുതി C2 ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈക്വൽ കോൺട്രിബ്യൂഷനാണ് സൈ എയും സൈ ബിയും കൂടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? C1 സ്ക്വയർ ഈക്വൽ ടു C2 സ്ക്വയർ എന്ന് എഴുതാം. C1 സ്ക്വയർ ഈക്വൽ ടു C2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ C1 എന്താ വരിക? C1 സ്ക്വയർ ഈക്വൽ ടു C2 സ്ക്വയർ. ദാറ്റ് മീൻ C1 is equal to 1/√2 ആൻഡ് C2 is equal to 1/√2. കാരണം C1 സ്ക്വയർ ഈക്വൽ ടു 1/2, C2 സ്ക്വയർ ഈക്വൽ ടു 1/2. അപ്പോൾ C1 എന്തായിരിക്കും വരിക? 1/√2, C2 എന്ത് വരും? 1/√2. സോറി, C1 ഈക്വൽ ടു 1/√2. അപ്പോൾ C2 എന്തായിരിക്കും വരിക? C2 എന്തായിരിക്കും വരിക? ഇവിടെ നിന്ന് C1 ഈക്വൽ ടു ഇത്. അപ്പോൾ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് +or - C1 അല്ലേ. +or - C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം?
പ്ലസ് ഓർ മൈനസ് 1/√2. അത് പ്ലസ് 1/√2 ആവാം, അല്ലെങ്കിൽ മൈനസ് 1/√2 ആവാം. ഈ രണ്ട് കണ്ടീഷനാണുള്ളത് അല്ലേ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു വേവ് ഇക്വേഷൻസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 C1 സൈ എ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഫസ്റ്റത്തെ ഇക്വേഷനിലേക്ക് എന്താണത്? C1 ψ1² പ്ലസ് C1 ψ1 പ്ലസ് C1 ψ എ പ്ലസ് C2 ψ ബി, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് വേവ് ഫംഗ്ഷൻ. അതാണ് മോളിക്കുലർ ഓർബിറ്റലിൻ്റെ വേവ് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞ എന്താണ്? സൈ MO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? C1 ψ എ പ്ലസ് C2 ψ ബി ആണ് നമ്മുടെ അടുത്ത ലീനിയർ കോമ്പിനേഷനിൽ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ചുമതല. ഓക്കെ, C1 C2 നമ്മൾ കണ്ടുപിടിച്ചു, കോഎഫിഷ്യൻ്റ് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി. ഇനി അടുത്തതാണ് നമുക്ക് വേണ്ടത് അല്ലേ. 1/√2 ψ എ പ്ലസ് പിന്നെന്താ വരിക? 1/√2 ψ ബി. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എഴുതുമ്പോൾ എങ്ങനെ വരും? 1/√2 ψ പ്ലസ് ഈക്വൽ ടു 1/√2 ഓഫ് ψ എ പ്ലസ് ψ ബി വരും. ഓക്കെ, ഇനി മറ്റൊരു വേവ് ഫംഗ്ഷൻ സൈ മൈനസ് ആണ്. സൈ മൈനസ് ഈക്വൽ ടു എന്താണ് വരിക? 1/√2 എന്ത് വരും? സൈ എ മൈനസ് 1/√2. C1 രണ്ട് വ്യത്യസ്ത വാല്യൂകൾ വരും അല്ലേ. എന്തൊക്കെയാണ്? C2 രണ്ട് വ്യത്യസ്ത വാല്യൂ വരും. ഒന്ന് C1 1/√2 തന്നെ, C2 പ്ലസ് 1/2 വരാം. രണ്ടാമത്തെ കേസിലോ C2 എന്ത് വരാം? മൈനസ് 1/√2 വരാം. ആ കേസാണ് നമ്മൾ എഴുതുന്നത്. മൈനസ് 1/√2 ഇൻറ്റു സൈ ബി. ഇതിനെ നമ്മളൊന്ന് എഴുതിയാൽ അങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു സൈ എ മൈനസ് സൈ ബി അല്ലേ. ദാറ്റ് മീൻസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു അറ്റോമിക് ഓർബിറ്റൽസ് ഗീവ്സ്, നോക്കൂ, ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദ ടു അറ്റോമിക് ഓർബിറ്റൽ സൈ എ ആൻഡ് സൈ ബി ഗീവ്സ് ടു മോളിക്കുലാർ ഓർബിറ്റൽസ് having psi plus MO molecular orbital and psi minus MO, which quantum mechanical calculation give respect to their energy E plus and E minus respectively. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ ഇതിൻ്റെ ഒരു പ്ലോട്ടൊക്കെ ഉണ്ട്, നമ്മൾ മുമ്പ് പോലെ എനർജിയുടെ പ്ലോട്ട്. അപ്പോൾ ഇതാണ് MO ട്രീറ്റ്മെൻറ്റ് ഓഫ് H2+ അയോൺസ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ പ്ലോട്ട് വരച്ച് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? R എന്ന് പറയുന്നത് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ HHBയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കർവിനകത്ത് കിട്ടുന്ന R വാല്യൂ, സൈ പ്ലസ് ആൻഡ് സൈ മൈനസിനകത്ത് കിട്ടുന്ന എനർജി R വാല്യൂ 132 പൈക്കോമീറ്ററും അതിൻ്റെ എനർജി വാല്യൂ -171 കിലോ ജൂൾസ് പെർ മോളുമാണ്. ഇതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 106 പൈക്കോമീറ്ററും -269 കിലോ ജൂൾസ് പെർ മോൾ വാല്യൂമാണ് വരേണ്ടത്. അപ്പോൾ നമുക്കറിയാലോ എന്താ വന്നത്? ഇവിടെ കുറച്ചൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ടല്ലേ. ദിസ് ഡിസ്ക്രിപ്പൻസി ക്യാൻ ബി സോൾവ്ഡ് ബൈ ഇംപ്രൂവിങ് the calculated value by introducing additional parameter into the trial function. ട്രയൽ ഫംഗ്ഷനിലേക്ക് ചില അഡീഷണൽ, നമ്മൾ ഏത് ഫംഗ്ഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ? രണ്ട് എക്സ്ട്രീം കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാല്യൂ വന്നത് അല്ലേ. ഒന്ന് സൈ എ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ, സൈ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആറ്റം. അങ്ങനെ നമ്മൾ രണ്ട് എക്സ്ട്രീം കേസ് എടുത്തിട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ആ ട്രയൽ വേവ് ഫംഗ്ഷനകത്ത് നമ്മൾ കുറച്ചുകൂടി വാല്യൂ പാരാമീറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ആയിട്ടുള്ളത് ഒരു ഫംഗ്ഷൻസ് കിട്ടും. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു സിലബസിൻ്റെ ലിമിറ്റിനപ്പുറത്തേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ ഇത്ര വരെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ പറയണം, ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഫർദർ മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ രണ്ട് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടി. അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തപ്പോൾ രണ്ട് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്തു അല്ലേ. ഒന്ന് സൈ പ്ലസും ഒന്ന് സൈ മൈനസും. സൈ പ്ലസിന് എന്തായിരിക്കും? എനർജി അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ കുറവായിരിക്കും. സൈ മൈനസിന് എനർജി അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ ഇവിടുന്നാണ് നമ്മൾ എത്തുന്നത്. രണ്ട് ആറ്റം അത് കമ്പൈൻ ചെയ്യുമ്പം രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ, ഒന്നിന് അറ്റോമിക് എനർജി, പിന്നെ ഒന്നിൻ്റെ മോളിക്കുലാർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് എനർജിയേക്കാൾ, അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ കുറഞ്ഞ എനർജി ആയിരിക്കും. മറ്റേതിന് അതിൻ്റെ അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ കൂടുതൽ എനർജി ആയിരിക്കും. ഈ കുറഞ്ഞ എനർജിയുള്ള സൈ പ്ലസിനെ നമ്മൾ വിളിക്കുന്നതാണ് ബോണ്ടിങ് MO,
ബോണ്ടിങ് MO എന്നും, എനർജി കൂടുതലുള്ള ഈ സാധനത്തിന് നമ്മൾ വിളിക്കുന്നതാണ് ആൻറ്റി ബോണ്ടിങ് MO. എന്താ വിളിക്കുക? ആൻറ്റി ബോണ്ടിങ് MO എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ മക്കളെ, സോ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇനി അടുത്ത ഹൈഡ്രജൻ മോളിക്യൂൾസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് H2+ അയോൺസാണ് പറഞ്ഞത്. ഇത് നന്നായിട്ട് പഠിച്ചൊരാൾക്ക് ഹൈഡ്രജൻ മോളിക്യൂൾസ് വളരെയധികം ഈസി ആയിരിക്കും. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.